ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഏകദേശം വിരാമമിട്ടിരിക്കുകയാണ്. ഇനി ടീം ഇന്ത്യക്ക് മുൻപിലുള്ളത് നിശ്ചിത ഓവർ ക്രിക്കറ്റുകളാണ്. ഇംഗ്ലണ്ടിനെതിരായ 2020 ഏകദിന പരമ്പര തുടങ്ങുന്നതോടെ ഇന്ത്യയുടെ നിശ്ചിത ഓവർ മത്സരങ്ങൾ ആരംഭിക്കും. പിന്നാലെ ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്ന വലിയ ഒരു ഇവന്റും ഇന്ത്യക്ക് മുൻപിൽ കാത്തിരിക്കുന്നു. ജനുവരി 22-നാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ആരംഭിക്കുന്നത്. 5 2020 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് പരമ്പരയിലുള്ളത്. ഫെബ്രുവരി 19-നാകട്ടെ ICC ചാമ്പ്യൻസ് ട്രോഫിയും ആരംഭിക്കും. ഈ മാസം 12-ന് മുൻപാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനായി ICC കൊടുത്തിരിക്കുന്നുണ്ട്. ഫെബ്രുവരി 13 വരെ മാറ്റങ്ങൾ നടത്താമെന്നും ICC നിയമത്തിലുണ്ട്. ഇന്ത്യൻ ടീമിനെ നേരത്തെ പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. ടീമിന് സമർപ്പിക്കേണ്ട ജനുവരി 12-നായിരിക്കും ഇന്ത്യ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രോഹിത് ശർമ്മ തന്നെയായിരിക്കും ടീമിനെ നയിക്കുക. നേരത്തെ രോഹിത്തിനെ ഒഴിവാക്കുമെന്നും ഹാർദിക് പാണ്ഡ്യ നായകനായി വരുമെന്നുമുള്ള വാർത്തകൾ വന്നിരുന്നു. നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ സ്ഥിരത പുലർത്തുന്നില്ലെങ്കിലും ഋഷഭ് പന്ത് ടീമിനൊപ്പം തുടരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. KL രാഹുൽ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറാകാനാണ് സാധ്യത കൂടുതൽ. മലയാളി താരം സഞ്ജു സാംസനെ ഇത്തവണയും ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫി കളിക്കാതിരുന്നതായിരിക്കും അദ്ദേഹത്തിനുണ്ടാവുന്ന തിരിച്ചടി എന്നും റിപ്പോർട്ടിലുണ്ട്. ഒരു പക്ഷേ ട്രാവലിംഗ് റിസർവായി സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെട്ടേക്കാം. ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാകുമെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെതിരായി താരം കളിച്ചേക്കില്ല, പകരം ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ഉപനായകനായി തിരിച്ചെത്തും. ശുഭ്മാൻ ഗില്ലാണ് നിലവിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. ഏകദിനത്തിലെ പ്രകടനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സൂര്യകുമാർ യാദവിനും സ്ഥാനം ഉറപ്പില്ല. കൂടാതെ മുഹമ്മദ് ഷാമിയുടെ ലഭ്യതയും സൂക്ഷ്മ പരിശോധനയിലാണ്. മുഹമ്മദ് സിറാജും ചില ഫിറ്റ്നസ് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. രോഹിത്തിനൊപ്പം വിരാട് കോഹ്ലിയും ടീമിൽ സ്ഥാനം നിലനിർത്തുമെന്ന് ഉറപ്പാണ്. ശുഭ്മാൻ ഗില്ലിനും മറ്റു വെല്ലുവിളികൾ ഉണ്ടാകില്ല. യശസ്വി ജയ്സ്വാൾ ഏകദിന അരങ്ങേറ്റത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. മധ്യനിരയിൽ KL രാഹുൽ, ശ്രേയസ് അയ്യർ എന്നിവർ കളിക്കും.